ഒരു കാലത്ത് ശാന്തമായ ഒരു വനത്തിന്റെ ഉള്ളറകളിൽ തിളങ്ങുന്ന തൂവലുകളും സൗമ്യമായ ഹൃദയവുമുള്ള ഒരു ചെറിയ പക്ഷി ജീവിച്ചിരുന്നു. അവൾ ജീവിതത്തെ സ്നേഹിച്ചിരുന്നു. പക്ഷെ അവൾക്കൊരു വിചിത്രമായ ശീലമുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവൾ കണ്ടതോ കേട്ടതോ അനുഭവിച്ചതോ ആയ എന്തും അവൾ ഒരു ചെറിയ കല്ലിൽ എഴുതുമായിരുന്നു. ഒരു സുന്ദരമായ പുഞ്ചിരി, ഒരു അഴകുള്ള സൂര്യോദയം, ഒരു വേദനാജനകമായ വാക്ക്, ഒരു ഏകാന്ത നിമിഷം, എല്ലാം ഒരു കല്ലിൽ പതിച്ചു. ഓരോ അനുഭവവും പ്രധാനമാണെന്ന് അവൾ വിശ്വസിച്ചു. അവൾ ഓരോരോ കല്ലും എല്ലായിടത്തും കൊണ്ടുപോകുന്ന ഒരു ചെറിയ തുണിസഞ്ചിയിൽ വയ്ക്കുമായിരുന്നു. ആദ്യം അതവളെ സന്തോഷിപ്പിച്ചു. ബാഗ് അവളുടെ ജീവിതം നിറഞ്ഞ ഒരു നിധിപ്പെട്ടി പോലെ തോന്നി. എന്റെ ഓർമ്മകൾ ഞാൻ സൂക്ഷിച്ചാൽ എനിക്കൊരിക്കലും നഷ്ടപ്പെട്ടതായി തോന്നില്ല എന്നവൾ ചിന്തിച്ചു. എന്നാൽ സമയം കടന്നു പോകുമ്പോൾ ബാഗിന് ഭാരം കൂടി. പറക്കുന്നതിനിടയിൽ പക്ഷി ബുദ്ധിമുട്ടാൻ തുടങ്ങി. അവളുടെ ചിറകുകൾ കൂടുതൽ ശക്തമായി പറന്നു. അവളുടെ ശ്വാസം വേഗത്തിലായി. എന്നിട്ടും അവൾ നിർത്താൻ വിസമ്മതിച്ചു. അവൾ സ്വയം പറഞ്ഞു, ഒരു കല്ലുകൂടി, ഒരു ദിവസം കൂടി. ഒരു വൈകുന്നേരം ഒരു ശാഖയിൽ വിശ്രമിക്കുന്ന ഒരു വൃദ്ധനായ മൂങ്ങയെ അവൾ കണ്ടുമുട്ടി. മൂങ്ങ അവളെ ശ്രദ്ധയോടെ നോക്കി ചോദിച്ചു, കുഞ്ഞു പക്ഷി, എന്തിനാണ് നീ ഇത്രയും ഭാരമുള്ള ബാഗ് ചുമക്കുന്നത്? പക്ഷി അഭിമാനത്തോടെ പുഞ്ചിരിച്ചു. എന്റെ ഓർമ്മകൾ അതിൽ അടങ്ങിയിരിക്കുന്നു. എല്ലാ സന്തോഷവും, എല്ലാ വേദനയും, എല്ലാ പാഠങ്ങളും. ഇതാണ് എന്റെ ജീവിതം. മൂങ്ങ ശാന്തമായി മറുപടി പറഞ്ഞു, ഒരു ജീവിതം ഭാരം കൊണ്ടുപോകാനുള്ളതല്ല, അത് ജീവിക്കാനുള്ളതാണ്. പക്ഷിക്ക് മനസ്സിലായില്ല. അവൾ പറന്നുപോയി. പക്ഷെ മൂങ്ങയുടെ വാക്കുകൾ അവളുടെ മനസ്സിൽ തങ്ങി നിന്നു. അടുത്ത ദിവസം അപ്രതീക്ഷിതമായ എന്തോ സംഭവിച്ചു. കാട്ടിലൂടെ ശക്തമായ ഒരു കാറ്റ് വീശി. പക്ഷി തുറന്ന ആകാശത്തിലൂടെ പറക്കാൻ ശ്രമിച്ചു. പക്ഷെ ഭാരമുള്ള ബാഗ് അവളെ താഴേക്ക് വലിച്ചു. അവൾ സമനില തെറ്റി ഒരു വലിയ മരത്തിനടുത്തുള്ള മൃദുവായ ഇലകളുടെ കൂമ്പാരത്തിലേക്ക് വീണു. അവൾക്ക് വലിയ പരിക്കൊന്നും പറ്റിയില്ല. പക്ഷെ അവൾക്ക് ലജ്ജ തോന്നി. അവൾ അവിടെ കിടന്നു, ക്ഷീണിതയായി, ശ്വാസം മുട്ടി. അവൾ വിശ്രമിക്കുമ്പോൾ അവൾ എന്തോ ശ്രദ്ധിച്ചു. അവൾ നിലത്തിടിച്ചപ്പോൾ അവളുടെ ബാഗിൽ നിന്ന് കുറച്ച് കല്ലുകൾ വീണു. അവളുടെ ഭൂതകാലത്തിന്റെ ചെറിയ കഷ്ണങ്ങൾ പോലെ അവ അവളുടെ ചുറ്റും ചിതറിക്കിടക്കുകയായിരുന്നു. കൗതുകത്തോടെ അവൾ ഒരെണ്ണം എടുത്തു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഇന്നെനിക്ക് ഒറ്റയ്ക്കായതുപോലെ തോന്നി. അവൾ മറ്റൊന്നെടുത്തു പറഞ്ഞു, ആരുടെയോ വാക്കുകൾ എന്നെ വേദനിപ്പിച്ചു. മറ്റൊരാൾ പറഞ്ഞു, എനിക്ക് മുമ്പുണ്ടായിരുന്നത് എനിക്ക് നഷ്ടമായി. പക്ഷി പെട്ടെന്ന് വേദനാജനകമായ എന്തോ ഒന്ന് മനസ്സിലാക്കി. അവൾ തന്റെ സങ്കടം വീണ്ടും വീണ്ടും ചുമക്കുകയായിരുന്നു, എല്ലാ ദിവസവും. അവൾ കല്ലുകളിലേക്ക് നോക്കി മന്ത്രിച്ചു, ഞാൻ ഇതിനകം ഈ നിമിഷങ്ങൾ ജീവിച്ചു. ഞാൻ എന്തിനാണ് അവ വീണ്ടും ജീവിക്കാൻ എന്നെ നിർബന്ധിക്കുന്നത്? അപ്പോൾ മൂങ്ങ എവിടെയോ നിന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ട് സമീപത്തിരുന്നു. മൂങ്ങ മൃദുവായി പറഞ്ഞു, ഒരു ഓർമ്മയുടെ ഭാരം വഹിക്കാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കാൻ കഴിയും. പക്ഷിയുടെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. പക്ഷേ ഞാൻ മറന്നുപോയാലോ? അവൾ ചോദിച്ചു. മൂങ്ങ പുഞ്ചിരിച്ചു. യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടത് നിങ്ങൾ മറക്കില്ല. ഹൃദയം പാഠങ്ങൾ ഓർമ്മിക്കുന്നു, പക്ഷെ അത് വേദന വഹിക്കേണ്ടതില്ല. ആ ദിവസം പക്ഷി ഒരു പുതിയ തീരുമാനമുണ്ടാക്കി. എല്ലാം കല്ലുകളിൽ എഴുതുന്നതിനു പകരം അവൾ ഒരു തൂവലിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ മാത്രം എഴുതാൻ തുടങ്ങി. വേദനാജനകമായ നിമിഷങ്ങളോ? അവൾ അവയെ കാറ്റിനോട് പറഞ്ഞുവിട്ടയച്ചു. പതുക്കെ അവളുടെ ബാഗിന്റെ ഭാരം കുറഞ്ഞു. അവൾ വീണ്ടും ഉയരത്തിൽ പറക്കാൻ തുടങ്ങി. അവൾ കൂടുതൽ പാടി. അവൾ കൂടുതൽ ചിരിച്ചു. അവൾക്ക് സ്വാതന്ത്ര്യം തോന്നി. ഭൂതകാലം തന്നെ താഴേക്ക് വലിക്കുന്നതായി അവൾക്ക് തോന്നിയപ്പോഴെല്ലാം അവൾ മൂങ്ങയുടെ വാക്കുകൾ ഓർത്തു. ഓർമ്മകൾ നിങ്ങളെ നയിക്കാനാണ്, നിങ്ങളെ കുടുക്കാൻ വേണ്ടിയല്ല. പാഠം പാലിക്കുക, ഭാരം ഒഴിവാക്കുക. ഈ കഥ കാണാൻ സമയം കണ്ടെത്തിയതിന് ഹൃദയം നിറഞ്ഞ നന്ദി.